50 രൂപയുടെ ഊണിൻ്റെ കൂടെ ഇതുപോലെ 3 തൊടുകറികൾ കാണും. ഗ്യാസിൻ്റെയൊക്കെ ക്ഷാമം ഉള്ളതുകൊണ്ടാണ് കേട്ടോ കറികളുടെയൊക്കെ എണ്ണത്തിലൊരു കുറവ്. എന്നാലും 4 കൂട്ടം ഒഴിക്കാൻ, അങ്ങനെ 7 കൂട്ടം കറികൾ ചോറും കൂടെയാണ് 50 രൂപ. കുടിക്കാനാണെങ്കിൽ ഇത് നല്ല ചെറു ചൂടിനെയുള്ള കഞ്ഞിവെള്ളം കിട്ടും. ഇനിയിപ്പോൾ ഇതുപോലെ ബീഫും കൂടെ ചേർത്തിട്ടുള്ള ഊണാണെങ്കിൽ 100 രൂപയാണ്. ഇതാണ് 50 രൂപയ്ക്ക് ഉള്ള ഊണ്. അതിൻ്റെ കൂടെ മീനും കൂടെ വറുത്തത് വരുമ്പോൾ 90 രൂപയ്ക്ക്. ഇതാണ് 50 രൂപയ്ക്ക് ഊണിൻ്റെ കൂടെ കൊടുക്കുന്ന ബീഫ്. ഓക്കെ, ചോറിൻ്റെ കൂടെ ഉണ്ണാൻ ഇത്രയൊക്കെ മതിയില്ലേ? അധികമാണ്. ആ, തോരൻ എങ്ങനെയാ അമ്മ വില? ഒരു ഫുൾ, ഇത് ഹാഫ്. ആ, ഇതാണ് ഇവിടുത്തെ ചിക്കൻ തോരൻ. ഇതിപ്പോൾ ഹാഫാണേ. ഒഴിക്കാൻ വേണ്ടിയുള്ള 4 കൂട്ടം നല്ല സദ്യയിലൊക്കെ പോലെ നല്ല കുറുകിയ സാമ്പാർ, പിന്നെതാ നല്ലൊരു മോര് കൂട്ടൻ അല്ലേ, കാണുമ്പോൾ തന്നെ മീൻചാറ്, പിന്നെ നമ്മുടെ രസം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തിരുവനന്തപുരം ജില്ലയിലാണ്. ഈ സ്ഥലത്തിന് പറയുക അരുവിക്കര എന്നാണ്. അപ്പോൾ ഞങ്ങളിവിടെ തിരുവനന്തപുരത്ത് താമസിക്കുന്ന എല്ലാ ആളുകളുടെയും ഒരു കുടിവെള്ളത്തിൻ്റെ ഒരു എന്താ പറയുക ആസ്ഥാനമാണ് അരുവിക്കര. അരുവിക്കരയിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്കൊന്നും വെള്ളം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇവിടെ അരുവിക്കര ജംഗ്ഷനിൽ പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റായിട്ട് അമ്മച്ചിക്കട. പണ്ട് നമ്മുടെ 2 വർഷം മുന്നേ വീഡിയോ കണ്ടവർക്കൊക്കെ അമ്മച്ചീനെ പരിചയമുണ്ടാവും, അവരുടെ ഊണുകട. ഇപ്പോൾ ആ കട അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി, ഒരു 6-7 മാസമായിട്ട് ഇങ്ങടേക്ക് മാറ്റിയിട്ട് പുതിയ സ്ഥലത്താണ് ഇപ്പോൾ കടയുള്ളത്. എത്രയൊക്കെ ഗ്യാസ് ഇല്ലെന്നും സാധനങ്ങൾക്ക് വില കൂടിയെന്നൊക്കെ പറഞ്ഞാലും ഇവിടെ ഇപ്പോഴും 50 രൂപയ്ക്ക് തന്നെയാണ് ഊണ് കൊടുക്കുന്നത്. 50 രൂപയുടെ ഊണ് കഴിക്കാൻ വേണ്ടി 12:30 മണിയാകുമ്പോഴേക്കും വരുന്ന ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ. ഇപ്പോൾ മീൻ വറുത്തതും കൂടെ ചേർത്താണെങ്കിലും 90 രൂപയുള്ളൂ. ഇപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത്. പാർസൽ ഊണും മീനും 100, കഴിക്കണത് 90. ഊണ് മാത്രം 50 രൂപ, പാർസൽ 60. വിലയൊന്നും കൂട്ടിയില്ല. അങ്ങനെ തന്നെ. ഇറച്ചിയാണെങ്കിൽ ബീഫ് 100, ചിക്കൻ തോരൻ 150. അങ്ങനെ പോകണം. കട മാറ്റിയിട്ട് എത്ര നാളായി? 6 മാസമായി. അന്നേരം അത് കട പൊളിക്കുക അല്ലേ? അത് പൊളിക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് മാറ്റി 1 ലക്ഷം രൂപ മാറ്റി. അത് അമ്മയുടെ കടയല്ലായിരുന്നോ? അല്ല, വാടകയ്ക്ക് 1 ലക്ഷം രൂപ എനിക്ക് തന്നെ ഇവർക്ക് 36,000 കൊടുത്തു. അപ്പൊ ഇനി മുതൽ നമ്മൾ ഇവിടെയാണ് ചെയ്യുന്നത്. ആരോഗ്യമുള്ളതുപോലെ ഒരു പയ്യൻ എൻ്റെ ഇത് കണ്ട് എനിക്ക് അവൻ കട തന്നതാണ്. ഒരു പയ്യന്റെ കടയാണ്, അത് ഫർണിച്ചർ കടയായിരുന്നു. അതിനെ അവൻ ചായക്കടയാക്കി തന്ന് എനിക്ക് 3 ലക്ഷം രൂപയുടെ എനിക്കായി. എന്നാലും വലിയൊരു ഉപകാരമായില്ലേ? ആദ്യത്തെക്കായും കുറച്ചുകൂടി ഇടമുണ്ട്, കച്ചവടമുണ്ട്. അങ്ങനെ പോണ കുഴപ്പമില്ല. പിന്നെ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. മരുന്ന് കഴിക്കുന്നുണ്ട്. ഇനി എന്നാ ചെല്ലാൻ പറഞ്ഞേക്കണേ? ഇനി 10 ദിവസം കഴിഞ്ഞു. PRS-ലാണ്. രാവിലെ ഇപ്പൊ എന്നാ കഴിച്ചു? കാലത്ത് ഒരു ദോശ കഴിച്ചു. ഒരു ദോശയും കഴിച്ച് ഒരു സിംഗിൾ ഓംലെറ്റ് കഴിച്ച് ചായ കുടിച്ചു. ഈ സാമ്പാർ കണ്ടിട്ടേ എനിക്ക് കൂട്ടാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മീൻകറി വേണ്ടാന്ന് വെച്ചിട്ട് സാമ്പാർ എടുത്തത്. ഞാൻ പറഞ്ഞില്ലേ ആ സാമ്പാറിൻ്റെ ഒരു കൊഴുപ്പൊക്കെ കണ്ടപ്പോൾ അടിപൊളിയായിരിക്കുമെന്ന്. സദ്യയിലൊക്കെ ഇങ്ങനെ വെക്കുമല്ലോ, അതുപോലത്തെ സാമ്പാർ നല്ല രസമുണ്ട്. ഈ സാമ്പാറും ഈ ചൂട് ചോറും മാത്രം മതി കഴിക്കാൻ. നമുക്ക് ബീഫ് കാണിച്ചു തരാമേ. ഇതാണ് 50 രൂപയ്ക്ക് ഊണിൻ്റെ കൂടെ കൊടുക്കുന്ന ബീഫ്. ഓക്കെ, ചോറിൻ്റെ കൂടെ ഉണ്ണാൻ ഇത്രയൊക്കെ മതിയില്ലേ? അധികമാണ്. പക്ഷേ ഇതിൻ്റെ വേവാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. നല്ല വെന്ത് ഇങ്ങനെ അടുപ്പിൽ കിടന്നേ എത്രയോ മണിക്കൂറായിട്ട് അടുപ്പിൽ കിടക്കുക, അതങ്ങനെ കിടന്ന് പരുവായി. ഇത് കണ്ടോ, ചിക്കൻ തോരൻ. ഞാൻ എപ്പോഴും പറയില്ലേ തിരുവനന്തപുരം ഒരു സ്പെഷ്യൽ ഐറ്റം. കഴിച്ചു നോക്കട്ടെ. ഞാനിതൊക്കെ ഓൾറെഡി കഴിച്ചിട്ടുണ്ട്, പക്ഷേ 2 വർഷം മുൻപാണെന്ന് മാത്രം. എല്ലായിപ്പോയി എന്നാലും സൂപ്പറായി. നല്ല ചൂട് കഞ്ഞിവെള്ളം. ഭയങ്കര ചൂടാണ് പുറത്ത്. ഇവിടെ ഇന്നലെ മഴ പെയ്തു കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ
കുറച്ച് സമയം നിന്ന് മഴ പെയ്തു. എന്ന് വെച്ചാൽ മഴയില്ല, വൈകുന്നേരം മഴ പെയ്തായിരുന്നു. എന്നാലും ഭയങ്കര ചൂടാണ്, പുറത്ത് ഭയങ്കര ചൂടാണ്. ഇവിടെ ഷീറ്റായതുകൊണ്ട് ഇതിനകത്തും ഭയങ്കര ചൂടാണ്. ശരിക്കും ഇവർ ഈ വിറകടുപ്പിലെല്ലാം തന്നെ വിറകടുപ്പിലാണ് ചോറും കറികളും ഒക്കെ. അപ്പോൾ അങ്ങനെ നിന്ന് പാചകം ചെയ്യണം കാണുമ്പോൾ നമുക്ക് തന്നെ, നമ്മളിപ്പോൾ ഷൂട്ടിന് വേണ്ടി ഞങ്ങളൊരു 4 മണിക്കൂർ ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആ 4 മണിക്കൂർ തന്നെ നമുക്ക് സഹിക്കാൻ പാടാം. അപ്പോൾ ഇവരെല്ലാ ദിവസവും ഈ പ്രായത്തിലും വയ്യായികകളിലും ഒക്കെ അമ്മയുടെ കൈയൊക്കെ ഇങ്ങനെ ഷിവർ ചെയ്യുന്നുണ്ട്. എന്നിട്ടും അവരത് ചെയ്യുന്ന ആ ഒരു മനസ്സാണ് ഞാൻ പറഞ്ഞത്. ഇത് എല്ലാവർക്കും ഉണ്ടാവില്ല. അങ്ങനെ എത്ര കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം വേണം എന്നുള്ളൊരു സാധനമാണ്. അപ്പം അത്രയും ചൂടാണ്. ആ ചൂടിനകത്ത് ചോറും കറികളൊക്കെ വെച്ചിട്ട് ചൂട് കഞ്ഞിവെള്ളം കുടിക്കുമ്പോൾ അറിയാലോ ഭയങ്കര ചൂടാണ്. പക്ഷേ അതിൻ്റെ ഒരു സ്വാദമുണ്ട്, ഞാൻ കുടിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു എനിക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെ. പക്ഷേ വീട്ടിൽ നിന്നൊന്നും അങ്ങനെ അധികം ഞാൻ കഞ്ഞിവെള്ളം കുടിക്കലില്ല. ഇതുപോലെയൊക്കെ പോകുമ്പോൾ ചൂടൻ ചോറ് ഇങ്ങനെ കഴിക്കുമ്പോൾ എനിക്കിഷ്ടമാണ് കഞ്ഞിവെള്ളം കുടിക്കാൻ. കണ്ടോ, അവിയലിൽ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടുണ്ട്. അന്നേരം അമ്മ എനിക്ക് അതിനകത്തുനിന്ന് ഒരെണ്ണം കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടു തന്നതാണ്. നല്ല രസം. ഇങ്ങനെ ചിലയിടത്തൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അണ്ടിപ്പരിപ്പ് ഇടണത്. നല്ല അവിയലാണ്. ഇവിടുത്തെ കറികൾക്കൊക്കെ ഇച്ചിരി എരിവുണ്ട്. ഇച്ചിരി എരിവെന്ന് വെച്ചാൽ ഭയങ്കര എരിവല്ല, ചെറിയ എരിവ്. എനിക്കാണെങ്കിൽ ഞാൻ പറയില്ല, ഈ മരുന്ന് അലർജി ഉണ്ടെന്ന് അറിയില്ലേ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മരുന്നായിട്ട് കഴിച്ചതല്ല, നമുക്ക് ഒരു മൾട്ടി വൈറ്റമിൻ ഒരു ടാബ്ലറ്റ് ഞാൻ അലർജിയുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നിടത്തുനിന്ന് ഡോക്ടർ തന്നെ. അപ്പോൾ ആദ്യം ഒരെണ്ണം തന്നു, എൻ്റെ വായിൽ 3-ാമത്തെ ദിവസം മുതൽ മൊത്തം തൊലി പോയി. അത് വേണ്ടാന്ന് വെച്ചപ്പോൾ ഡോക്ടർക്ക് ഒരെണ്ണം കൂടി തന്നു. കാരണം നമുക്ക് ഈ ഒരു പ്രായത്തിൽ നമുക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ വരും. എനിക്ക് എപ്പോഴും പ്രഷർ കുറവാണ്. അപ്പോൾ ഡോക്ടർ അത് തന്നെ എനിക്കൊരു മൾട്ടി വൈറ്റമിൻ്റെ ഒരു സാധനം തന്നു. ഒരു 4 ദിവസത്തേക്ക് ഒരു കുഴപ്പമില്ല. 5ൻ്റെ അന്ന് മുതൽ നാക്കത്തൊരു ചെറിയ കുരു പോലെ വന്നു. പിന്നെ അത് ഈ താഴെ ഇത്രയും സ്ഥലം മൊത്തം കുരു പോയി. ഇവിടൊന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ. എരിവുള്ളത് അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല. വെറുതെ സാധാ ചോറ് കഴിക്കാം, അതൊന്നും പ്രശ്നമില്ല. ഓട്സ് കഴിക്കാം, അങ്ങനെയൊക്കെ പ്രശ്നമില്ല. പക്ഷെ ഇവിടുത്തെ ഇറച്ചിക്കും മീനും ഒക്കെ ഇച്ചിരി എരിവുണ്ട്. സാധാരണ എരിവ് തന്നെയാണ് എനിക്ക്, പക്ഷെ ഭയങ്കര എരിവ്. അതാണ് ഞാൻ അങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. കഴിക്കാൻ പറ്റുന്നില്ല എന്നെക്കൊണ്ട്. സാമ്പാർ മാത്രം കുഴപ്പമില്ല, ഈ വെള്ളക്കറികളൊന്നും കുഴപ്പമില്ല. നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തൊലി പോയിട്ടുള്ളതുകൊണ്ട് അധികം അങ്ങനെ കഴിക്കാൻ പറ്റില്ല. ചൂടും എരിവൊന്നും അധികം പറ്റാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കഴിച്ച് നിർത്തി. നമ്മൾ ഈ മിനിഞ്ഞാന്ന് നമ്മളെ യൂട്യൂബ് വീഡിയോൻ്റെ ഇടയിൽ വന്നൊരു കമൻറ്റാണ്. അതായത് ഞാൻ പൈസ മേടിച്ചിട്ട് ഓരോ സ്ഥലത്ത് പോയിട്ട് വീഡിയോ ചെയ്യും, എന്നിട്ട് കൊള്ളില്ലാത്ത ഫുഡാണ് അവർ പോയപ്പോൾ കറി കുറവായിരുന്നു എന്ന് എന്തോ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അയാൾക്ക് ഓൾറെഡി മറുപടി കൊടുത്തു. കാരണം ഞാൻ യൂട്യൂബിലിടുന്ന ഒരൊറ്റ വീഡിയോ പോലും ഇന്ന് വരെ ഈ 3.5 വർഷമായിട്ട് പൈസ മേടിച്ചിട്ടല്ല ചെയ്തിട്ടുള്ളത്. ഞാൻ കഴിക്കുന്നതിനേക്കാളും എന്തെങ്കിലും ഒരു 50 രൂപയെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്നത് കൂടുതൽ കൊടുത്തേച്ചും അല്ലാതെ ഇറങ്ങി പോരാറുമില്ല. അതിപ്പോൾ ഏത് കടയായാലും, അത്ര നമ്മളിച്ചിരി സാമ്പത്തികമുള്ളവരായാലും ഇല്ലാത്തവരായാലും എങ്ങനെയായാലും എന്നെക്കൊണ്ട് പറ്റണതും കൂടെ ചെയ്ത് വെച്ചാൽ ഞാൻ അവിടെ നിന്ന് പോരാറുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ മറുപടി കൊടുത്തു. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം, ഇപ്പോൾ ചിലപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ, ഇപ്പോൾ ഞാൻ ഭക്ഷണം പാചകം ചെയ്യുന്ന ആളാണ്, നിങ്ങളും വെക്കുന്ന ആളുകളാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ വെക്കുമ്പോൾ എല്ലാ ദിവസവും ഒരേ സാധനം ഒരേ സ്വാദിലായിരിക്കില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകും. അതിനൊക്കെ ഇപ്പോൾ ഫുഡ് ബ്ലോഗർക്കൊന്നും ചെയ്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. കാരണം ഞാനല്ലല്ലോ അവിടെ പോയിട്ട് കുക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ പറയുന്നത് എന്താണ്, ഞാൻ ഒരു വീഡിയോയിലും എവിടെയെങ്കിലും കിട്ടാത്ത അത്യപൂർവമായ രുചിയെന്നൊന്നും ഞാൻ പറയാറില്ല. നമ്മൾ സാധാരണ കാണിക്കണം ഈ ചോറും കറികളും ഒക്കെ, അതിനൊക്കെ സാധാരണ വീടുകളിൽ കിട്ടണ അല്ലെങ്കിൽ കടകളിൽ കിട്ടണ ആസ്വാദം തന്നെയാണ്, അങ്ങനെ പറയാറുള്ളൂ. പിന്നെ ചിലർക്ക് ചില ഐറ്റം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, അത് മാത്രം ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ ഞാൻ പൈസ മേടിച്ചിട്ടല്ല വീഡിയോ ചെയ്യുന്നത്. ഞാൻ അങ്ങോട്ട് ഫുഡ് കഴിച്ചതിൻ്റെയും കൂടെ പൈസ കൊടുത്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഫുഡ് കൊള്ളില്ലെങ്കിൽ എനിക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എൻ്റെ മാത്രമാണ്. എനിക്ക് ആരോടും ഒരു ബാധ്യതയില്ല, അത്തരം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ട കാര്യവുമില്ല. അപ്പോൾ കിലോമീറ്ററുകൾ പോയിട്ട് വീഡിയോ എടുത്തിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്ത അനുഭവമുണ്ട്. അപ്പോൾ അതിലും വലുതൊന്നും അല്ലല്ലോ ഇത്. അതുകൊണ്ട് അങ്ങനെ കമൻ്റ് ഇടുന്ന ആളുകളോട് മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടെ ഒന്ന് പറയുകയാണ്, വേറെ ആരെങ്കിലും മനസ്സിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു 2002-ലോ 2022-ലോ 2023-ലോ ഒക്കെ ഇട്ട വീഡിയോ ആയിരിക്കും ചിലപ്പോൾ പിന്നെ 40 രൂപയ്ക്ക് ഊണെന്നോ അല്ലെങ്കിൽ 15 കൂട്ടം 12 കൂട്ടം എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ 2026 അന്നത്തെ വീഡിയോ കണ്ടേച്ചും ഇന്ന് വന്നിട്ട് അവിടെ അത്രയും വിലയ്ക്കല്ല അല്ലെങ്കിൽ അത്രയും കറികളില്ല എന്നൊക്കെ പറയുമ്പോൾ അത് വീഡിയോയിൽ തന്നെ ഉണ്ട്. എപ്പോഴാണ് ഡേറ്റ് എന്നുള്ളത് ആ വീഡിയോൻ്റെ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഉണ്ട്, ഏത് വർഷം പോസ്റ്റ് ചെയ്ത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അതിനൊക്കെ വന്നിട്ട് ഇങ്ങനെ ചീത്ത പറയുക, ഞാൻ പറ്റിക്കാൻ നടക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ആളല്ല. ഞാൻ അവിടെ തന്നെ ഞാൻ അയാൾക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു കാര്യം ഒന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കും. പുതിയ രുചിക്കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം.